തീർച്ചയായിട്ടും പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച വ്യക്തിയാണ്. മുൻ പാപ്പമാർക്ക് നൽകിയിരുന്ന വലിയ ആർഭാടപൂർവമായ സംസ്കാര ശുശ്രൂഷകളെ മാറ്റിവെച്ചുകൊണ്ട് തികച്ചും ലളിതവും എന്നാൽ അതേസമയം തന്നെ പ്രൗഢവുമായ ചടങ്ങുകളോടെയാണ് ഈ സംസ്കാര ശുശ്രൂഷ നടത്തുക. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി 3 പേടകങ്ങളിലടക്കം ചെയ്യപ്പെടുന്ന ശരീരത്തിന് പകരം ഒരു തടിപ്പെട്ടിയിൽ മാത്രം തൻ്റെ ശരീരം വെച്ചാൽ മതി. അതുപോലെ തന്നെ ഉയർന്ന പീഠത്തിൽ തൻ്റെ ശരീരം സ്ഥാപിക്കേണ്ട, നിലത്ത് സാധാരണക്കാരെ പോലെ തന്നെ തൻ്റെ ശരീരം ഉൾക്കൊള്ളുന്ന പേടകം നിക്ഷേപിച്ചാൽ മതി. അതുപോലെ തന്നെ തൻ്റെ കല്ലറ തികച്ചും ലളിതമായിരിക്കണം. ആ കല്ലറയിൽ മറ്റ് ആലേഖനങ്ങളൊന്നും പാടില്ല. ഫ്രാൻസിസ്കൂസ് എന്ന പേര് മാത്രം, ഒപ്പം അദ്ദേഹം ധരിച്ചിരുന്ന കുരിശിൻ്റെ ഛായാചിത്രവും. ഇത് മാത്രമാണ് ആ കല്ലറയിൽ ഉണ്ടാവുക. അപ്പം അങ്ങനെ മരണത്തിലും മരണാനന്തര സംസ്കാര ചടങ്ങുകളിലും എല്ലാം തൻ്റെ മുഖമുദ്രയായ ലാളിത്യം കാത്തു സൂക്ഷിക്കുവാൻ പാപ്പ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചിരിക്കുന്നു. കാർമ്മികരായിട്ടുള്ള കർദിനാളന്മാരും മെത്രാപ്പൊലീത്തമാരും പാത്രിയാർക്കീസുമാരും വൈദികരുമെല്ലാം ബലിവേദിയിലേക്ക് അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെ ശരീരമടക്കം ചെയ്ത പേടകം അൾത്താരയുടെ മുൻപിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിവിധ മത നേതാക്കന്മാരും രാഷ്ട്ര നേതാക്കന്മാരും ഈ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കർദിനാൾ തിരുസംഘത്തിൻ്റെ ഡീനായിട്ടുള്ള ജോൺ ബാപ്റ്റിസ്റ്റ് റേ എന്ന കർദിനാളാണ് ഈ തിരുക്കർമ്മങ്ങൾക്ക് ഇന്ന് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ ദിവ്യബലിയോടുകൂടിയാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. ഉടൻ തന്നെ ദിവ്യബലി ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ പ്രവേശന ഗീതം ഗായക സംഘം ആലപിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഫാദർ ഒന്ന് പോയിട്ട് വരാം. ഫാദർ, അത് Pax vobis. Et cum spiritu tuo. Fratres, agnoscamus peccata nostra, ut attissimus ad sacra mysteria celebranda. Confiteor Deo onnipotenti et vobis fratres, quia peccavi nimis cogitatione, verbo, opere et omissione. Mea culpa, mea maxima culpa. Ideo precor beata Mariam semper virginem, omnes angelos et sanctos, et vos fratres, orare pro me ad Dominum Deum nostrum. Misereatur nostri omnipotens Deus, et dimissis peccatis nostris perducat nos ad vitam aeternam. Amen.
സംസ്കാര ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലുകയാണ് ലോകം. കഴിഞ്ഞ 9 ദിവസമായി ദുഃഖാചരണമാണ് വത്തിക്കാനിൽ. ലക്ഷോപലക്ഷം ജനങ്ങൾ അവിടേക്കെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 180ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തി എന്നാണ് കണക്ക് പുറത്തു വരുന്നത്. നിരവധി രാഷ്ട്രത്തലവന്മാർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്തിമോപചാരം അർപ്പിക്കാനായി. ലോകം അദ്ദേഹത്തിന് അർഹതപ്പെട്ട, കാരണം ആരെയും വെറുപ്പിക്കാത്ത, എല്ലാവരോടും സമാധാനപൂർണമായി സംസാരിക്കുന്ന, പെരുമാറുന്ന, ലോകസമാധാനത്തിനായി ഇടപെടുന്ന ഒരു മനുഷ്യൻ, ഫാദർ തോമസ് തറയിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. കാരണം നമുക്കറിയാം, എത്രയോ യുദ്ധങ്ങൾ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസമാധാനമില്ലാതെ ജീവിക്കുന്ന വലിയ ജനത പല സ്ഥലങ്ങളിലുമുണ്ട്. സമാധാനം എന്നത് അകലെയായിട്ടുള്ള പല രാജ്യങ്ങളിലുമുണ്ട്. മനുഷ്യൻ്റെ കൂട്ടക്കുരുതിയൊക്കെ എത്രയോ വർഷങ്ങളായി നടക്കുന്നു. അവിടെ ഐക്യരാഷ്ട്രസഭയെ പോലെയുള്ള സംഘടനകളൊക്കെ നോക്കുകുത്തിയായിരിക്കുമ്പോൾ ഇത്തരത്തിൽ ആഗോളതലത്തിൽ അക്സെപ്റ്റൻസ് ഉള്ള, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ശൂന്യത സൃഷ്ടിക്കുന്ന വിടവ് ഒട്ടും ചെറുതായിരിക്കില്ല. തീർച്ചയായും യുദ്ധത്തിൻ്റെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും ഒക്കെ കെടുതികളിൽ ഫ്രാൻസിസ് പാപ്പായുടെ മനസ്സ് എപ്പോഴും വേദനിച്ചിരുന്നു. അവസാന നിമിഷം വരെയും, മരണത്തിൻ്റെ തലേന്ന് പോലും, ഈസ്റ്റർ ഞായറാഴ്ച അദ്ദേഹം ലോക നേതാക്കളോട് ആവശ്യപ്പെട്ടത് യുദ്ധം അവസാനിപ്പിക്കുക, സമാധാനം സാധ്യമാണ്, യുദ്ധത്തിലൂടെ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയം. ഇപ്പോൾ ദിവ്യബലിയുടെ പ്രാരംഭ കർമ്മങ്ങൾ പുരോഗമിക്കുന്നു. കർദിനാൾ ജോവാന്നി ബാപ്റ്റിസ്റ്റ റേ ആദ്യത്തെ പ്രാർത്ഥന അർപ്പിക്കുന്നു. സഭയുടെ ഔദ്യോഗിക ഭാഷയായ ലത്തീൻ ഭാഷയിലാണ് തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുന്നത്. In unitate Spiritus Sancti Deus per omnia saecula saeculorum. Amen. തുടരാം ഫാദർ, തുടരാം. ഇപ്പോൾ തുടർന്ന് വരുന്നത് ദൈവവചന പാരായണമാണ്. ഇന്നത്തെ ദിവ്യബലിയിൽ 3 വായനകളാണ് ഉള്ളത്. ആ 3 വായനകളും പാപ്പായുടെ ആചാര്യ ശുശ്രൂഷയെ അനുസ്മരിപ്പിക്കുന്ന വായനകളാണ്. 2 ലേഖന ഭാഗങ്ങളും തുടർന്ന് സങ്കീർത്തനവും. ഇപ്പോൾ ഒന്നാമത്തെ വായന വായിക്കപ്പെടുകയാണ്. But in every nation, anyone who fears him and does what is right is acceptable to him. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിൽ നിന്നുമുള്ള വായന As for the word that he sent to Israel, preaching good news of peace through Jesus Christ, he is Lord of all. You yourselves know what happened throughout all Judea, beginning from Galilee after the baptism that John proclaimed, how God anointed Jesus of Nazareth with the Holy Spirit and with power. He went about doing good and healing all who were oppressed by the devil, for God was with him. And we are witnesses of all that he did, both in the country of the Jews and in Jerusalem. They put him to death by hanging him on a tree. But God raised him on the 3rd day and caused him to appear, not to all people, but to us, who had been chosen by God as witnesses, who ate and drank with him after he rose from the dead. And he commanded us to preach to the people and to testify that he is the one appointed by God to be judge of the living and the dead. To him all the prophets bear witness that everyone who believes in him receives forgiveness of sins through his name. Verbum Domini. Deo gratias. ഒന്നാമത്തെ വായനയെ തുടർന്ന് സങ്കീർത്തനം ആലപിക്കപ്പെടുകയാണ്. പ്രതിവചനമായി സങ്കീർത്തനം
ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ജനങ്ങളെല്ലാവരും ഏറ്റുപാടുന്നു. Super aquas quietis eduxit me, animam mea refecit. In loco pasture, ibi me collocavit. Deduxit me super semitas justitiae, propter nomen suum. In loco pasture, ibi me collocavit. Nam et siambulavero in valle umbre mortis non timebo mala,